സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാർ നീക്കം തടഞ്ഞ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. പുതിയ ഗവർണർ ചുമതലയേൽക്കും മുൻപ് ചില ഉദ്യോഗസ്ഥരെ മാറ്റി. മുൻ ഗവർണറുടെ കാലത്തെ സംഘത്തിലെ ചിലരെയാണ് മാറ്റിയത്. പകരം ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ഇത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവൻ കത്ത് നൽകി. പുതിയ ഗവർണർ പരിശോധിച്ച ശേഷം മതി മാറ്റങ്ങളെന്നായിരുന്നു കത്ത്. തുടർന്ന് ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പുതിയ ഗവർണർ ചുമതലയേറ്റ് എത്തുന്നതിന് മുമ്പേ തന്നെ സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും കൃത്യമായ ഇടപെടൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അല്ലേ? അങ്ങനെ തന്നെ പറയണം ദേവിക. കാരണം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശ്വസ്തരായിരുന്ന അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിഞ്ഞു. പുതിയ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കം സർക്കാർ നടത്തിയത് സംശയാസ്പദമാണ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഗവർണർക്ക്, അതായത് ആരിഫ് മുഹമ്മദ് ഖാന് അനുകൂലമായ നിലപാടുകൾ എടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ഉദ്യോഗസ്ഥരെ മാറ്റി ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും താല്പര്യമുള്ള ചില ഉദ്യോഗസ്ഥരെ ഗവർണറുടെ സുരക്ഷാ വലയത്തിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിൽ ഉൾപ്പെടുത്തുന്നതിനുള്ളൊരു നീക്കമാണ് സർക്കാർ നടത്തിയത്. എന്നാൽ ഇത് രാജ്ഭവൻ ഈ നീക്കം മനസ്സിലാക്കിയതോടുകൂടി രാജ്ഭവൻ ഈ കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. കൃത്യമായ നിർദ്ദേശം നൽകി. പുതിയ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത് കാര്യങ്ങൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രം മതി ഈ ഉദ്യോഗസ്ഥരുടെ മാറ്റം എന്നുള്ളതാണ് കൃത്യമായി രാജ്ഭവൻ അറിയിച്ചത്. ഇതോടുകൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള ആ ഉത്തരവ് ADGP മനോജ് എബ്രഹാം ഇടപെട്ട് മരവിപ്പിക്കുകയായിരുന്നു. അതായത് കൃത്യമായ നിർദ്ദേശം നൽകി. സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന് രാജ്ഭവനിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും എങ്ങനെയായിരിക്കും പുതിയ ഗവർണറുടെ നിലപാടുകൾ, നയങ്ങൾ എന്നുള്ളതിനൊക്കെ ഒരു സൂചനയായി ഇപ്പോഴത്തെ ഈ നീക്കം തന്നെ നമ്മൾ കണ്ടാൽ മതി. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഈ ഒരു അടിയന്തരമായ ഇടപെടൽ, സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതിന് കൃത്യമായി തടയിട്ടിരിക്കുന്നു പുതിയ ഗവർണർ എന്ന് തന്നെ കൃത്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. നേരത്തെ ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോഴും ഗവർണറൊപ്പം നിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് കാര്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റുന്നു, ഗവർണർക്ക് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ സർക്കാരിന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ ഗവർണറുടെ സെക്യൂരിറ്റി ഡീറ്റെയിലേക്കും മറ്റും തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും രാജ്ഭവന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ആ നീക്കത്തിന് ഇപ്പോൾ തടയിട്ടിരിക്കുകയാണ് ദേവിക. ശരി, പ്രജിത്ത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.